ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് എത്തിയിരിക്കുന്നത് എൻ്റെ ഈ പുസ്തകമാണ് മസാല. അപ്പോൾ ഈ മസാലയിൽ ഒരുപാട് ഇതുണ്ട്, ഓരോന്നിനെ പറ്റി എഴുതിയതാണ്. അതായത് മഹാകാവ്യം എഴുതുക, സമ്മാനം നേടുക എന്ന് പറഞ്ഞ് മഞ്ചരി ബുക്സ് നടത്തിയ മത്സരത്തിൽ പങ്കെടുത്തപ്പം എൻ്റെ 300 വരി കവിയാതെയാണ് അത് എഴുതേണ്ടത്. അപ്പം 300 വരി കവിത എഴുതിയതിലെ ഒരു ബുക്കാണിത്. അപ്പം ഞാൻ ഇതിൽ ഒരു കൊതുകിനെ പറ്റിയുള്ള ഒരു ഇത് എഴുതാം. കൊതുകാണെങ്കിലും നമ്മൾ മനുഷ്യരാണെങ്കിലും അത് കേൾക്കുന്നവരുടെ മനസ്സിൽ എങ്ങനെയാണോ ആ ഒരു ഭാവന വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വരികളിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. സമയത്തെക്കുറിച്ചു പറഞ്ഞു കേട്ട കഥകൾ പറയുവാനുണ്ടെൻ്റെ ഉള്ളിൽ. സമയമാണ് പണം എന്ന് കേട്ട കഥയാണെന്നുള്ളിലായി വന്നതാദ്യം. കുറഞ്ഞ സമയത്തെടുക്കും ജോലിക്ക് പണം എത്രയേറെ മുഖ്യം. പലരും പലതും പറഞ്ഞിടുന്നു, പണമില്ല എന്ന പരാതി കേട്ടു. പതിവായി ചെവിക്കരികിലെന്നും മൂളിയെത്തുന്നൊരു കൊതുകൊണ്ട് പല പല സങ്കടം പറഞ്ഞിടുവാൻ ഒന്നു കേൾക്കാൻ ചെവി കൊടുത്തിടാതെ. ആട്ടിയോടിക്കും അകലേക്കു നമ്മൾ കൊതിനെ കുറിച്ചോർത്ത നേരം കാതിനരികിലായി എത്തി മെല്ലെ. മൂളിപ്പറന്നവൻ അരികിലെത്തി എന്തോ കഥ പറയുവാനെന്നതോർത്തു ഞാൻ മിണ്ടാതനങ്ങാതെ നിന്നു ഞാനും. 3 വട്ടം മൂളിപ്പറന്നവേനും കാതിലായി മെല്ലെ ഇരുന്ന നേരം പുഞ്ചിരി കൊണ്ടുവന്നരികെ പറയാൻ വന്നൊരു കഥ കേൾക്കുവാനായി. കാതോർക്കവേ ആകെ നിരാശയിലാക്കി ചെവിയിലിരുന്നെന്നു മാത്രമല്ല ചെവിയിലെ ചോരയും നുകർന്നുകൊണ്ട് നല്ല വേദനയും തന്നവൻ അകലേക്കു പാറിപ്പറന്നു പോയി. സ്നേഹത്തോടെ എന്നും അടുപ്പിച്ച നേരം വേദന നൽകിയവരെത്രയുണ്ട്. വേദനിക്കുവാനായൊരു ജന്മം കിട്ടിയ ലോകരിന്നെത്രയുണ്ട്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വരികൾ. മൊത്തം പാടിയ ഒരുപാടുണ്ട്. അപ്പം ചെറിയ വരികളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ എത്തിയിരിക്കുന്നത്. അപ്പം പിന്നീട് ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വരികളും കൂടി ഞാൻ കുറച്ച് പറയാം. എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഒരു ഇന്നത്തെ FBയിൽ ദുബായിലുള്ളൊരു കുട്ടി ആത്മഹത്യനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ മുമ്പ് ഈ ബുക്കിൽ കുറച്ച് എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് വരിയും കൂടി ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്കരെയുള്ളൊരു മാണിക്യം വാരുവാൻ ഇക്കരെ നിന്നു തിരിച്ചു ചിലർ. ഏറെ പ്രതീക്ഷയോടെ ഓടിച്ചെന്നവർ ആകെയും വേദനയായിരിക്കെ. ഇന്നെത്തുമെന്ന കണ്ടിലു പണം വീട്ടുകാരെല്ലാം നോക്കി നിന്നും. ഏറെ പ്രതീക്ഷയ അറബി മണ്ണിൽ വന്നൊരാ മലയാളി തൻ വേദന ആരറിയാൻ. പ്രിയമുള്ളതൊക്കെ ഉപേക്ഷിച്ചു കട താണ്ടി പോകുവോ പ്രവാസികൾ. പെറ്റമ്മയെയും സഹോദരങ്ങളെയും തൻ ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ചു പോയിടുമ്പോൾ നാളെ തൻ സ്വപ്നം ഏറെയും നെയ്തവർ ആരാലുമില്ലാതെ മറുനാട്ടിൽ വാണിടുവോർ. മുഖം തേങ്ങിടും മനസ്സിലെ വേദന ആരുമറിയാതെ മറച്ചു വെക്കേ. മറ്റുള്ളവർക്കായി ജീവിതം ഹോമിക്കും പ്രവാസികളത് ആരറിവോ. പുഞ്ചിരി കൊണ്ടെന്നു മുമ്പിലായെത്തിടും കരുണയൊഴുകും മനസ്സുമായി എന്നും മറ്റുള്ളവർക്കായി ജീവിതം പ്രവാസികൾക്കെന്നും പ്രതീക്ഷയാണെൻ കൂട്ടുകാരും. പ്രതീക്ഷകളാണെൻ്റെ കൂട്ടുകാരും. ഏറെ കൊടുക്കുമ്പോൾ കാണിക്കും വാത്സല്യം ഒന്നുമില്ലറിഞ്ഞിടും നിമിഷത്തിൽ ഏറെ അകലേക്ക് മാറ്റി നിർത്തുന്നരാം ബന്ധുക്കളും. ഏറെ കാലങ്ങൾ തന്നാഗ്രഹമൊക്കെയും ഉറ്റവർക്കായി പകുത്തിടുമ്പോൾ ഉള്ളറിഞ്ഞു സ്നേഹം കിട്ടിടാതെ പ്രതീക്ഷകളൊന്നുമില്ലാതെ പ്രവാസ ജീവിതം തന്നെ ഇഷ്ടം.
അപ്പം അങ്ങനെയാണ് ആ ഒരു വരി. അപ്പം എല്ലാം വായിച്ചാൽ ഒരുപാടുണ്ട്. അപ്പം എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ എൻ്റെ വരികൾ എല്ലാവരും കേൾക്കാതിരിക്കല്ലേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം.